ഹലോ ലോയിറ്റെ, നിങ്ങളും ഞാനും ഒരേ വഞ്ചിയിലെ യാത്രക്കാരായിരിക്കും. ആണെങ്കിൽ വായോ, ഞാൻ ഇന്ന് ട്രിവാൻഡ്രം കോയിറ്റെ സെൻട്രം വരെ പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പലരെയും പോലെ ഞാനും ഒരു അന്തവും കുന്തവും ഇല്ലാണ്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താണ് പഠിച്ചത്. പോകെ പോകെ മീൻസ് എക്സാം അടുക്കാറായി. ആദ്യത്തെ എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത്ര വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. എൻ്റെ ആദ്യത്തെ എക്സാം ഹൈദരാബാദിലായിരുന്നേ. അവിടെ ചെന്നപ്പോഴോ എൻ്റെ കൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നവർ 8, 9, 10ാമത്തെ പ്രാവശ്യം വരെ വന്നവരുണ്ട്. അവരുടെയൊക്കെ രോദനവും അവസ്ഥകളും അനുഭവങ്ങളും കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കാര്യം അത്ര നിസ്സാരമല്ല എന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ പകുതി കാറ്റും പോയി. ബട്ട് ഗൈസ്, സംഹൗ എനിക്ക് അവിടുന്ന് സ്പീക്കിംഗ് മൊഡ്യൂൾ പാസ്സായി. സ്പീക്കിംഗ് പാസ്സായപ്പോഴത്തേക്ക് എനിക്ക് എന്തോ അപാര കോൺഫിഡൻസ് ആയി. ബാക്കി എങ്ങനെയും ഞാനങ്ങ് ഭയങ്കര ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് പഠിച്ച് തീരാറായപ്പോഴത്തേക്ക് പലരും എന്നോട് പറഞ്ഞു ട്രിവാൻഡ്രം കൊച്ചി കോയിറ്റെ എന്തോ ഭീകര സംഭവം, അവിടെ പോകുന്നവരാരും പാസ്സാകത്തില്ല. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ തന്നെ ഡേറ്റ് എടുത്തു. ആദ്യം ഷ്രൈബനും പിന്നെ ഹ്യോറനും അറ്റൻഡ് ചെയ്തു, അത് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ലേസനും അറ്റൻഡ് ചെയ്തു, അതും പാസ്സായി. ആ ലേസന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ് ഞാൻ വന്നത്. കുറേ അധികം ആളുകൾ ഡെസ് പഠിച്ചിരിക്കുന്ന കാര്യം എനിക്കറിയാം. കീപ് യുവർ എക്സാം ആസ് എ സീക്രട്ട്. അതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ തെറ്റ് പറ്റുന്നത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഓഫ് ഇറ്റ് ചെയ്യാം.